ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ വൻ മാറ്റങ്ങൾ പ്രവചിച്ചുകൊണ്ട് ആമസോൺ ഇന്ത്യയുടെ സർവേ റിപ്പോർട്ട്. ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന 82% ഇന്ത്യൻ ഉപയോക്താക്കളെയും സ്വാധീനിക്കുന്നത് പുതിയ AI ഫീച്ചറുകളാണെന്നും വെറും AI പരസ്യങ്ങൾ കൊണ്ട് മാത്രം ഇനി ഇന്ത്യയിൽ ഫോണുകൾ വിറ്റഴിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആമസോൺ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ബെസ്റ്റ് ഇൻ ടെക് സർവേയിലാണ് വിപണിയെ ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന 82% ഇന്ത്യൻ ഉപയോക്താക്കളെയും സ്വാധീനിക്കുന്നത് പുതിയ AI ഫീച്ചറുകളാണ്. സ്ക്രീൻ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന കോണ്ടെക്സ്റ്റുവൽ അസിസ്റ്റൻസ്, AI ഫോട്ടോ എഡിറ്റിംഗ് എന്നിവയ്ക്കാണ് വിപണിയിൽ പ്രിയം. എന്നാൽ ഫോൺ നിർമ്മാതാക്കൾക്ക് ഒരു മുന്നറിയിപ്പും സർവേ നൽകുന്നുണ്ട്. AI തരംഗത്തിനിടയിലും സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ പ്രധാന പ്രശ്നം ബാറ്ററി ലൈഫ് തന്നെയാണ്. 22% ഉപയോക്താക്കളും തങ്ങളുടെ നിലവിലെ ഫോണിന്റെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നത് മോശം ബാറ്ററിയാണ്. ക്യാമറയെക്കാളും പെർഫോമൻസിനേക്കാളും ഉപയോക്താക്കൾ പ്രാധാന്യം നൽകുന്നത് മികച്ച ബാറ്ററി ബാക്കപ്പിനാണ്. ബിസിനസ് രംഗത്തെ മറ്റൊരു പ്രധാന മാറ്റം ഉപയോക്താക്കളുടെ ബഡ്ജറ്റിലുണ്ടായ വർധനവാണ്. സർവേയിൽ പങ്കെടുത്ത 42% പേരും 25,000 മുതൽ 50,000 രൂപ വരെയുള്ള മിഡ് പ്രീമിയം ഫോണുകളാണ് ലക്ഷ്യമിടുന്നത്. 3-ൽ-1 50,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം ഫോണുകൾ വാങ്ങാൻ തയ്യാറാണ്. മെട്രോ നഗരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ചെറുകിട നഗരങ്ങളിലും പ്രീമിയം ഫോണുകൾക്ക് വൻ ഡിമാൻഡാണുള്ളത്. ചുരുക്കത്തിൽ വെറും AI പരസ്യങ്ങൾ കൊണ്ട് മാത്രം ഇനി ഇന്ത്യയിൽ ഫോണുകൾ വിറ്റഴിക്കാൻ കഴിയില്ലെന്ന് ആമസോൺ സർവേ വ്യക്തമാക്കുന്നു. ശക്തമായ ബാറ്ററിയും മികച്ച പെർഫോമൻസും നൽകുന്ന കമ്പനികൾക്ക് മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ മേധാവിത്വം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുടെ പുതിയ CB300F ട്വിസ്റ്റർ ലാറ്റിൻ അമേരിക്കൻ വിപണിയിലെത്തി. പുതിയ മസ്കുലർ ഡിസൈനിനൊപ്പം പെട്രോളിലും എഥനോളിലും പ്രവർത്തിക്കുന്ന ഫെലക്സ് ഫ്യൂവൽ എഞ്ചിനാണ് പ്രധാന ആകർഷണം. 2022 ഓഗസ്റ്റിലാണ് 3B300F ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. പ്രതീക്ഷിച്ച വിൽപ്പന നേടാനാകാതെ വന്നതോടെ പിന്നീട് ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു. പുതിയ ഡിസൈൻ, കുറഞ്ഞ ഭാരം, ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യ എന്നിവയുമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ 250 മുതൽ 300 cc വിഭാഗത്തിൽ ഹോണ്ടയ്ക്ക് ശക്തമായ സാന്നിധ്യമാകാൻ CB300F ട്വിസ്റ്ററിന് സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിലെത്തിയാൽ സുസുക്കി ജിക്സർ 250, KTM 250 ഡ്യൂക്ക്, ഹീറോ എക്സ്ട്രീം 250R തുടങ്ങിയ മോഡലുകളായിരിക്കും പ്രധാന എതിരാളികൾ. 293.5 cc സിംഗിൾ സിലിണ്ടർ SOHC ഓയിൽ കൂൾഡ് എഞ്ചിനാണ് CB300F ട്വിസ്റ്ററിന് കരുത്തേകുന്നത്. പെട്രോളിൽ പ്രവർത്തിക്കുമ്പോൾ 24.5 bhp കരുത്തും 25.6 Nm ടോർക്കും ലഭിക്കും. എഥനോൾ ഉപയോഗിക്കുമ്പോൾ കരുത്ത് 24.7 bhp ആയും ടോർക്ക് 26.2 Nm ആയും ഉയരും. 6 സ്പീഡ് ഗിയർ ബോക്സുകളാണ് എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. 14.2 ലിറ്ററാണ് ഇന്ധന ടാങ്ക് ശേഷി. ഡിസൈനിലും ഹോണ്ട കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ മസ്കുലർ രൂപത്തിലുള്ള ഫ്യൂവൽ ടാങ്കും പുതിയ ടാങ്ക് ഷ്രൗഡുകളും ബൈക്കിന് സ്പോർട്ടി ഭാവം നൽകുന്നു. LED ഹെഡ്ലാമ്പ് ക്ലസ്റ്ററിനും മാറ്റമുണ്ട്. വെറും 142 കിലോഗ്രാം ഭാരമുള്ള ബൈക്ക് നഗരയാത്രകളിൽ എളുപ്പം കൈകാര്യം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ബ്രസീലിൽ 26,880 ബ്രസീലിയൻ റിയാൽ മുതലാണ് CB300F ട്വിസ്റ്ററിന്റെ വില. ഇന്ത്യൻ രൂപയിൽ ഇത് ഏകദേശം 4,93,000 രൂപ വരും. എന്നാൽ ഇന്ത്യൻ മോഡൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഹോണ്ട ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.